നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 10 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കാൻ സാധിക്കും. അതിലെ ഒന്നാമത്തെ ടിപ്പാണ് യൂസ് യുവർ മൊബൈൽ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം കേട്ട് നോക്കുക. പേഴ്സണലി എൻ്റെ എക്സാം ടൈമിൽ ഞാൻ ചെയ്തു നോക്കിയ ഒരു ടെക്നിക്കായിരുന്നു ഇതെന്നുള്ളത്. സോ ആ ഒരു സമയത്ത് എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 2, യൂസ് ഇൻ്റർഫിയറൻസ് തിയറി. ഇപ്പോൾ പല സ്റ്റുഡൻസും എക്സാമിൻ്റെ ഒരാഴ്ച മുന്നെയോ അല്ലെങ്കിൽ എക്സാമിൻ്റെയൊക്കെ തല ദിവസമായിരിക്കും ഒരു പുസ്തകം മൊത്തം ഇരുന്ന് പഠിച്ചു തീർക്കുക. ഇങ്ങനെ നമ്മൾ വളരെ ഹാർഡായിട്ട് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മിക്സഡായിട്ട് നമ്മൾ പഠിച്ച ഒരു 90% കാര്യങ്ങളും മറന്നുപോകും. സോ ഇവിടെയാണ് നമ്മൾ ഇൻ്റർഫിയറൻസ് തിയറി ഉപയോഗിക്കേണ്ടത്. ഈ ഒരു തിയറിയിൽ പറയുന്നത് നിങ്ങളിപ്പോൾ 20 മിനിറ്റ് നേരം ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10 to 15 മിനിറ്റ് നേരത്തേക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നും പഠിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ 20 മിനിറ്റ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10 to 15 മിനിറ്റ് നേരത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം അടുത്ത 20 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇൻഫോർമേഷൻസ് ഓവർലോഡ് ആവാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3, പവർ ഓഫ് റൈറ്റിംഗ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ഡയഗ്രാംസ് വരച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എഴുതിയോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റഡീസ് പറയുന്നത് നമ്മളുടെ കയ്യിനും നമ്മളുടെ ബ്രെയിനിനും ഡയറക്റ്റ് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ എഴുതി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 4, സ്ലീപ്പ്. സ്റ്റഡീസിൽ കണ്ടെത്താൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഒരുപാട് ഇൻഫോർമേഷൻസിനെ പ്രോസസ്സ് ചെയ്ത് അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള ഒരു 10 to 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ അന്നേ ദിവസം പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 5, സീരിയൽ പൊസിഷൻ എഫക്റ്റ്. നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം പഠിക്കുന്ന കാര്യങ്ങളെയും അതിൻ്റെ ഇടയിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കാളും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഏറ്റവും അവസാനം പഠിക്കുക. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ നമ്മൾ മറന്നു പോകില്ല. ടിപ്പ് നമ്പർ 6, എക്സസൈസ്. സ്റ്റഡീസ് പറയുന്നത് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ മെമ്മറി പവറിനെയും നമ്മളുടെ ലേണിംഗ് കപ്പാസിറ്റിയെയും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിൽ നമ്മളുടെ മെമ്മറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയാസിൽ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുകയും ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാനും സാധിക്കും. ടിപ്പ് നമ്പർ 7, മെമ്മറി പാലസ് മെത്തേഡ്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ അതിനൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെയൊക്കെ മറ്റു പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക സ്റ്റീവ് ജോബ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടെത്തിയത് എന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കും. സോ ആപ്പിൾ എന്നുള്ള ഈ ഒരൊറ്റ വേർഡ് കൊണ്ട് അതിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചു. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ മറ്റു പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് പഠിക്കുക. സോ എക്സാം ടൈമിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 8, പവർ ഓഫ് സ്റ്റോറി. നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ ബോറടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം പഠിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഒരു ഗെയിമിൻ്റെ ഒരേ ലെവൽ തന്നെ നമ്മൾ 1 മണിക്കൂറോളം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒരുപാട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഗെയിമിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലെവല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ ബോറടിക്കാതെ നമുക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ അതുപോലെ തന്നെ അതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരു സ്റ്റോറി പോലെ ലിങ്ക് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 9, ബി വൈസ്. സ്റ്റഡീസ് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് മനഃപ്പാഠമാക്കാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക്
ഓർത്തെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. സപ്പോസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസുകൾ കാണുക. ടിപ്പ് നമ്പർ 10, ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും. എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിനെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർത്താനും സാധിക്കും. സോ ഈ ഒരു 10 ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. Thanks for watching. It's me Srihari signing off. Goodbye.